ട്രോളിംഗ് നിരോധനത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലം തൊഴിലും നഷ്ടമായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതി തുക നൽകാൻ വൈകിയതോടെ ദുരിതത്തിലാണ് ആലപ്പുഴയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സമാശ്വാസ പദ്ധതി തുകയ്ക്ക് പുറമെ റേഷൻ വിഹിതവും മുടങ്ങിയതിനാൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആകെ വറുതിയിലാണ്. ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയുമാണ് തീരദേശ ജനതയെ കടുത്ത പട്ടിണിയിലാക്കിയത്. എന്നാൽ ഈ വറുതിക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകേണ്ട പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാൻ സർക്കാർ വൈകുന്നതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ട്രഷറി നിയന്ത്രണത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ 1.47 ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കായി വിതരണം ചെയ്യേണ്ട 82 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പോൾ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ആർക്കും പണിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പരമ്പരാഗത തൊഴിലാളിക്ക് ഇപ്പോൾ പോകാമെങ്കിലും എങ്ങും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. കുറച്ച് പണിയും മോശമാണ്. അതുകൊണ്ടാണ് ഇതിന് പഞ്ഞമാസം എന്ന് പറയുന്നത്. ഓഫ് സീസണാണ്. അങ്ങനെ വരുന്ന സമയത്താണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ധനസഹായവും തൊഴിലാളിക്ക് കൊടുക്കണം. അതായിരുന്നു പണ്ട് മുതലെയുള്ള കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ അവരുടെ പഞ്ഞമാസ പൈസ കിട്ടേണ്ട സമയമാണ്. പഞ്ഞമാസത്തിലെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. സാധാരണ ജൂൺ മാസം 10 കഴിയുമ്പോൾ കിട്ടും. ജൂൺ അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രതിഷേധം. മറ്റൊന്ന്, ട്രോൾ ബാൻ ആകുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കും. ആ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ കൊടുക്കും. ഏറെക്കുറെ ഒരു 3 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. 3 ലക്ഷത്തിലും മഹാഭൂരിപക്ഷം പേരും പാവപ്പെട്ടവരാണ്. അപ്പോൾ സൗജന്യ റേഷൻ എല്ലാവർക്കും അനുവദിക്കും. മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് കൂടുതൽ അനുവദിക്കുമായിരുന്നു. ഇത്തവണ മത്സ്യത്തൊഴിലാളിയുടെ സൗജന്യ റേഷൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്ന കാര്യം. മെയ് മുതൽ ജൂലൈ വരെയുള്ള പഞ്ഞമാസങ്ങളിൽ തൊഴിലാളികൾക്ക് 3 ഗഡുക്കളായി ലഭിക്കേണ്ട 6000 രൂപയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതത്തിന് പുറമെ തൊഴിലാളികൾ മുൻകൂറായി അടച്ച 1500 രൂപയും ഉൾപ്പെടുന്നു. എന്നാൽ തൊഴിലാളികളടച്ച സ്വന്തം തുക പോലും തിരികെ നൽകാൻ സർക്കാർ മടിക്കുന്നത് കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ട്രഷറി നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നത്തെ സർക്കാർ തടയുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആക്ഷേപം. കുടുംബം പുലർത്താൻ മറ്റ് മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന തീരദേശ ജനതയ്ക്ക് ഈ സഹായം യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണം എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.